ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലും ദൈവസഭയിൽ നമുക്കായിരിക്കാൻ ഇടയായതിൽ കർത്താവിനെ വാഴ്ത്തുകയാണ്. നാം നമ്മുടെ കർത്താവിൽ വെളിപ്പെട്ട ദിവ്യമായ സ്വഭാവത്തെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കുവാനിടയായത്. അതിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായി നാം ഓർത്തുകൊണ്ടിരുന്നത് ക്രിസ്തു ദൈവം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് വെളിപ്പെട്ടത്. അതിൽ 4 കാര്യങ്ങൾ നാം ഓർത്തു. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് അവൻ വിശുദ്ധനായ ദൈവമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ച കാര്യങ്ങളിലേക്ക് നാം ഒരു തിരിച്ചുപോക്ക് നടത്തുന്നില്ല. കർത്താവ് സ്നേഹവാനാണ് എന്നുള്ള വിഷയമാണ്. നമുക്കറിയാം, ദൈവത്വത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകമാണ് സ്നേഹം എന്ന് പറയുന്നത്. ദൈവം സ്നേഹമാണ്. നമ്മൾ ആ വിഷയം ആദ്യത്തെ 1-2 ക്ലാസ്സുകളിൽ ഓർത്ത കാര്യമാണ്. ദൈവസ്നേഹമാണ്. ആ ദൈവം വെളിപ്പെടുത്തിയ ക്രിസ്തുവിലൂടെയുള്ള സ്നേഹം എന്ന് പറയുന്നത് അസാധാരണമായ സ്നേഹമാണ്. അസാധാരണമാണ്, അഗാധമായിട്ടുള്ള സ്നേഹമാണ്. ഞാൻ ഒരു വാക്യം അന്ന് ഓർപ്പിച്ചത് വീണ്ടും മനസ്സിൽ വരുന്നുകൊണ്ടെന്ന് പറയുകയാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ വാക്യമായിട്ട് വേദപഠിതാക്കൾ പലരും പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. എന്നാൽ അതിൻ്റെ 17-ാം വാക്യം, തൊട്ടടുത്ത വാക്യം പറയുന്നത്, ആ സ്നേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനായിട്ടാണ്. അതായത് ഏതെങ്കിലും കാലത്ത് പരിശുദ്ധനായ ദൈവം ലോകത്തിലേക്ക് വന്നാൽ, ഈ ശാപം നിറഞ്ഞ പാപം നിറഞ്ഞ ലോകത്തിൽ അവൻ വന്നാൽ, അവൻ ചെയ്യേണ്ട കാര്യം ലോകത്തെ വിധിക്കേണ്ടതാണ്. അവൻ്റെ വിശുദ്ധിയുടെ പ്രമാണമനുസരിച്ച് ലോകത്തെ ശിക്ഷിക്കണം, ലോകത്തെ വിധിക്കണം, ലോകത്തെ നരകത്തിലേക്ക് വിടേണ്ടതാണ്. എന്നാൽ കർത്താവ് പറഞ്ഞ ആ വാക്യം ശ്രദ്ധേയമാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത്, അതായത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് മനുഷ്യനെ വിധിക്കാനായിട്ടല്ല, മറിച്ച് കർത്താവ് പറഞ്ഞു ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അതാണ് ദൈവസ്നേഹത്തിൻ്റെ അതുല്യമായ പ്രത്യേകത. നാം ശിക്ഷിക്കപ്പെടുവാനായിട്ടല്ല, നാം അവനാൽ രക്ഷിക്കപ്പെടുവാനിടയാകണം. അതാണ് യഥാർത്ഥമായ സാക്ഷാത്തായ ദൈവസ്നേഹം എന്ന് പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ പ്രകാശിതമായിട്ട് തോന്നിയ 1-2 വാക്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് ഉദ്ധരിക്കാം. അത് വായിക്കേണ്ട ആവശ്യം പോലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യോഹന്നാൻ 3:16 ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അവിടെ സ്നേഹത്തിൻ്റെ വിശാലമായ ഒരവതരണമാണ് കർത്താവ് നൽകിയത്. അവൻ ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ലോകം എന്നുള്ളത് പല അർത്ഥതലങ്ങളിൽ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ ലോകം എന്ന് പറയുന്നതിന് ഒരു യുഗം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവനൊരിക്കൽ പ്രത്യക്ഷനായി. അവിടെ ലോകാവസാനം എന്ന് പറയുന്നത്, ലോകാവസാനം നമ്മൾ പറയുന്നത് ലോകം അവസാനിക്കുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ വരവും ലോകാവസാനമൊക്കെ നടക്കേണ്ടതാണ്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ അവൻ വെളിപ്പെട്ടത് ലോകാവസാനത്തിൽ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ അന്ത്യം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഒരു യുഗത്തിൻ്റെ, ഒരു കാലയളവിൻ്റെ, ഒരു കാലഘട്ടത്തിൻ്റെ അവസാനം എന്നുള്ള നിലയിലാണ്. ഒരു യുഗാന്ത്യത്തിൽ, ന്യായപ്രമാണ യുഗത്തിൻ്റെ അന്ത്യത്തിൽ അവൻ വെളിപ്പെടുവാനിടയായി. അപ്പോൾ അവിടെ കാലം എന്ന് പറയുന്നത് ഒരു സമയം എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ നമ്മൾ പറയുന്ന പല വാക്കുകൾ ലോകം എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുണ്ട്. പിശാചിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു. അവിടെ ലോകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അധികാരത്തിന് വിശുദ്ധിക്ക് നേരെ നിൽക്കുന്ന, എതിരായി നിൽക്കുന്ന ലോകത്തിൻ്റെ സകല കഴിവുകളെയും സംസ്കാരങ്ങളെയും അളവുകളെയും ചേർത്ത് പറയുകയാണ്.
അത് ലോകമാണ്, അതിനെ ഭരിക്കുന്നത് പിശാചാണ്, ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്. അതായത് ദൈവരാജ്യത്തിനെതിരായി, ദൈവിക അധികാരത്തിനെതിരായി നിൽക്കുന്ന സകലത്തിനെയും നിയന്ത്രിക്കുന്നത് സാത്താനാണ്. അപ്പോൾ അവിടെ ലോകമെന്ന് പറഞ്ഞാൽ ദൈവാധിപത്യത്തിനെതിരായി നിൽക്കുന്ന സകലത്തിനെയും ഉൾപ്പെടുത്തി പറയുന്ന വാക്കാണ് ലോകം എന്നുള്ള വാക്ക്. അപ്പോസ്തലനായ പൗലോസ് ലോകത്തിലെ ഏറ്റവും വലിയ തത്വജ്ഞാനികൾ നിറഞ്ഞ ഗ്രീസിലെ അഥേനയിൽ പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്: ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. അവിടെ ലോകമെന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ ലോകം എന്ന് പറയുന്നത് കാലത്തെക്കുറിച്ചല്ല, അവിടെ ലോകമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ സംസ്കാരങ്ങളെക്കുറിച്ചല്ല, അവിടെ ലോകമെന്ന് പറയുന്നത് ചരാചര നിബിഡമായിരിക്കുന്ന ഈ പ്രപഞ്ചം എന്നുള്ള അർത്ഥത്തിലാണ്. ഈ നാം കാണുന്നതും, അതായത് ദൃശ്യമായതും അഗോചരവുമായിരിക്കുന്ന ദൈവിക സൃഷ്ടികളെ മുഴുവൻ ചേർത്ത് പറയാം ഈ ലോകം എന്ന്. അണ്ടകടാഹം എന്ന് നാം പറയാറുള്ള ആ വാക്ക് ചരാചര നിബിഡമായിരിക്കുന്ന പ്രപഞ്ചം എന്നുള്ള അർത്ഥത്തിൽ അവിടെയും ലോകം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നാം യോഹന്നാൻ 3:16 വായിക്കുന്ന വാക്കിൽ ലോകമെന്ന് പറയുന്നത് ഈ 3 അർത്ഥങ്ങളിലുമല്ല. അവിടെ ലോകമെന്ന് പറയുന്നത് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ കർത്താവ് ലോകത്തെ, ദൈവം ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യനെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു. അപ്പോൾ അവിടെ ലോകമെന്ന് പറയുന്നത് മാനവരാശി എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത് വിശാലമായ അർത്ഥത്തിലാണ് ആ വാക്യം പറയുന്നത്. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ആദാമ്യ സന്തതികളെ മുഴുവനും അവൻ സ്നേഹിച്ചു, അല്ലെങ്കിൽ സ്നേഹിക്കുന്നു. എന്നാൽ എഫേസ്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ വിവാഹവേളകളിൽ നിരന്തരം വായിക്കുന്ന ഒരു വേദഭാഗമാണത്. അവിടെ 25-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അപ്പോൾ സ്നേഹത്തിൻ്റെ ആ വൃത്തം, അല്ലെങ്കിൽ കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് ആ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. വിശാലമായ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു കൂട്ടത്തെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചു. അതായത് യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും തേജസ്സിനായിട്ട് വിളിച്ചൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മെ, ദൈവസഭയെ, രക്ഷിത ഗണത്തെ അവൻ സ്നേഹിച്ചു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതിവിശാലമായ നിലയ്ക്ക് പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു ദൈവം ലോകത്തെ സ്നേഹിച്ചു. അത് അല്പം കൂടെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് അവിടെ ശക്തി കൂട്ടുകയാണ്. കൊണ്ടുവന്നിട്ട് ഇപ്പം പറയുകയാണ്, അവൻ സഭയെ, ഒരു കൂട്ടത്തെ അവൻ സ്നേഹിച്ചു. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ കുറേ കൂടെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു പ്രയോഗം നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിൻ്റെ മധ്യഭാഗത്ത് കാണുന്നത് ഗലാത്യ ലേഖനം 2:20. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. അവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിത ലക്ഷ്യം പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, ഇനി ഞാൻ ജീവിക്കുന്നില്ല. എന്നാൽ ഞാൻ ജീവിക്കുന്നില്ലെങ്കിലും ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്, അല്ലെങ്കിൽ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാനില്ല, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണ്. ഇനി ഞാൻ ശരീരത്തിൽ ജീവിക്കുകയാണ്, ഞാൻ ആ ജീവിതം നയിക്കുന്നത് എന്നെ സ്നേഹിച്ചവന് വേണ്ടിയാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ അളവ് ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങി വരികയാണ്. നിങ്ങളതിൻ്റെ ആ മനോഹാരിത ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വലിയ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, ലോകത്തെ സ്നേഹിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല, അവൻ സഭയെ സ്നേഹിച്ചു. പൗലോസ് പറയുകയാണ്, അവൻ എന്നെ സ്നേഹിച്ചു. ഈ നമ്മുടെ നാട് ജലവൈദ്യുത പദ്ധതികളുടെ നാടാണ്. ശരിക്കും പറഞ്ഞാൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ സിംഹഭാഗവും ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. നമുക്കറിയാം, ഞാനതിൻ്റെ തത്വം പറയുകയല്ല, എങ്കിലും പൊതുവെ കാണുന്ന ഒരു കാഴ്ച, ഒരു റിസർവോയറിൽ നിന്ന് ആ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനിലേക്ക് വരുന്ന പൈപ്പുകൾ
നാം സാധാരണ വെളിയിൽ കാണാറുണ്ട് ചിലതൊക്കെ പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ആ പൈപ്പ് റിസർവോയിലേക്ക് തുറന്നിരിക്കുന്ന ഭാഗത്ത് വേണമെങ്കിൽ 1-2 ആളുകൾക്ക് സുഖമായിട്ട് നടന്നു പോകാവുന്ന അതിവിശാലമായ കൂറ്റൻ പൈപ്പുകളാണ്. എന്നാൽ ആ പൈപ്പ് കുറേ കഴിയുമ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. വിശാലതയിൽ നിന്ന് ഇടുങ്ങി 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 വന്നിട്ട് പവർ സ്റ്റേഷനിലെ ആ ചക്രം ചലിപ്പിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോഴേക്കും അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുപ്പിക്കഴുത്ത് പോലെയുള്ള ഭാഗത്തേക്ക് വരും. ജെറ്റാണ്. അവിടെ നിന്ന് ആ വെള്ളം വരുമ്പോൾ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപാരമാണ്. വലിയ ഒരു പ്രവാഹത്തെ ഏറ്റവും ചെറിയ ഒരു കുഴലിൻ്റെ അഗ്രത്തിലൂടെ പ്രവഹിപ്പിക്കുക, അത് ഒരു സംഹാര ശക്തി പോലെയാണ്. ഒരിക്കൽ മൂലമറ്റം പവർ ഹൗസ് കാണാൻ അവസരമുണ്ടായി. അതായത് മൂലമറ്റം ഇടുക്കി പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തിട്ട് ഉടനെയാണ് നമ്മുടെ ഒരു സഹോദരൻ അക്കാലത്ത് ഇടുക്കിയിൽ മലേറിയ ഇൻസ്പെക്ടറായിട്ടുണ്ടായിരുന്ന PV അലക്സാണ്ടർ എന്ന് പറയുന്ന ദേവദാസൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കാലത്ത് 1-2 ദിവസത്തെ മീറ്റിങ്ങിനായിട്ട് പോയെന്ന് പറഞ്ഞ് മീറ്റിങ്ങിന് ക്ഷണിക്കാനായിട്ടുള്ള ഒരു സുവിശേഷകരൊന്നുമല്ല. 10-20 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആ മീറ്റിങ്ങിന് പോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജെയിംസ് ഓവര, നമുക്ക് മൂലമറ്റം പവർ ഹൗസ് കാണാൻ സൗകര്യം ഉണ്ടാക്കാം. അങ്ങനെ പവർ ഹൗസിൽ പോയി ആ ഭൂഗർഭ പവർ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞു. അതുതന്നെ ഒരു വല്ലാത്ത കാഴ്ചയാണ് അക്കാലത്ത്. അതിനകത്ത് പോയി അപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച, ഒരു കൂറ്റൻ മേശയിൽ ഈ പൽചക്രത്തിൻ്റെ ഒരു ഭാഗം അടർന്നു പോയത് ഇരിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു കൈവെള്ളയുടെ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം അടർന്ന് ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് മുഴുവനും കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്, വളരെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാനുള്ള കരുത്ത് ഇന്ത്യക്ക് അക്കാലത്തില്ലായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് വിദേശ നിർമ്മിതമാണ്, കുറ്റമറ്റ നിലയ്ക്ക് ഉണ്ടാക്കിയതാണ്. പക്ഷേ ആ സാധനം ഈ വെള്ളത്തിൻ്റെ അതിശക്തമായ തള്ളിച്ചയിൽ അടർന്നുപോയി. ആ പൽചക്രത്തിൻ്റെ ഒരു ഭാഗം അടർന്നു പോയതിന് മേശ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അലക്സാണ്ടർ സാറിനോട് പരിചയമുള്ള ചില എൻജിനീയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടെ ചെന്നപ്പോൾ പറഞ്ഞു, ആ കഷ്ടം ഒന്ന് എടുത്ത് നോക്കിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നിട്ട് ഏതാണ്ട് ഈ മൊബൈൽ ഫോൺ എടുക്കുന്ന പോലെ ഇവിടെ ഈസി ആയിട്ട് എടുക്കാൻ ചെന്നപ്പോൾ കൈയ്യങ്ങ് പോകുന്നതല്ലാതെ അതവിടെ ഇരുന്നു. കാരണം അതിന് അപാരമായ ഭാരമാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയുമുള്ള ആ ഒരു കഷ്ണത്തിന് ഒരു 10-12 കിലോ തൂക്കം കാണുമായിരിക്കാം. അത്രയ്ക്കും ഘനതരമായിരുന്നു ആ ഒരു കഷ്ണം. അപ്പോൾ എന്നോട് എൻജിനീയർ ഞങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇത് ഇത്രയും ശക്തമായിട്ടുണ്ടാക്കിയ പൽചക്രമാണ്. ഇത് ഈ വെള്ളത്തിൻ്റെ ശക്തിയാൽ അടർന്നു പോകണമെങ്കിൽ അതിന്മേൽ പ്രവഹിക്കപ്പെടുന്ന ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന്. അത് വലിയ ഒരു കാര്യമാണ്. അതായത് ഒരു വലിയ ഭീമാകാരമായ ഒരു കുഴലിൽ നിന്ന് വരുന്ന വെള്ളം അത് മുഴുവനും ഒരു കുടലിൻ്റെ അറ്റത്തേക്ക് വരുമ്പോൾ ഏറ്റവും ചെറിയ വൃത്തം വളരെ കുറഞ്ഞ ഒരു ഭാഗത്തൂടെ അതിശക്തമായിട്ട് പ്രവഹിക്കുമ്പോൾ മാരകമായ ഒരു പ്രവാഹമായിട്ട് അത് മാറുകയാണ്. എനിക്ക് തോന്നുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിച്ചു, അവനെ സ്നേഹിച്ചു, മറ്റവനെ സ്നേഹിച്ചു, 2000 കൊല്ലം മുമ്പ് ഒരാളെ സ്നേഹിച്ചു, യേശു കർത്താവ് വരാൻ താമസിക്കുന്നുവെങ്കിൽ ഇനി വരാനുള്ളവരെ അവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും, ലോകത്തെ മുഴുവനും അവൻ സ്നേഹിക്കുകയാണ്. എന്നാൽ ദൈവസഭയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഹൃദ്യമായിട്ട് നമുക്ക് ഞായറാഴ്ചകളിൽ പ്രധാനമായിട്ട് ഓർക്കുന്ന കാര്യം, അവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം, സഹോദരന്മാരെ, ഇവിടെ വരാൻ നാം ആരും അർഹരല്ല, ഇവിടെ കാലെടുത്ത് വയ്ക്കാൻ നമുക്ക് യോഗ്യതയില്ലായിരുന്നു, കുറ്റക്കാരായിരുന്നു, അയോഗ്യരായിരുന്നു, നരകയോഗ്യരായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള നമ്മെ വിളിച്ച് വേർതിരിച്ച് രക്ഷിത ഗണമാക്കി നിർത്തിയ ദൈവസ്നേഹം എത്രയോ വലുതാണ് എന്ന് പറഞ്ഞിട്ട് ഹൃദയംഗമമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാവുകയാണ്. പക്ഷേ ഇവിടെ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നത് അവനൊരു പക്ഷേ ഏകാന്തത അനുഭവിച്ചുകൊണ്ട് എഴുതുകയാണ്. അവിടെ വേറെ ആരും അവിടെ ഇല്ലായിരിക്കാം. പൗലോസ് ഒറ്റയ്ക്കിരുന്ന് എഴുതുകയാണ്. അവൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ ലോകത്തിലേക്ക് മുഴുവനും ഇറങ്ങി വന്ന ദൈവസ്നേഹത്തെ, സഭയെ മുഴുവനും പൊതിഞ്ഞു നിൽക്കുന്ന ആ ദൈവസ്നേഹത്തെ പൗലോസ് എന്ന ചെറിയ മനുഷ്യൻ്റെ അന്തരാത്മാവിലേക്ക് പ്രവഹിപ്പിച്ചിട്ട് അവൻ പറയുകയാണ്, അവൻ എന്നെ സ്നേഹിച്ചു. ഓ ദൈവത്തിൻ്റെ സ്തോത്രം!
ഇതാണ് ഇന്ന് രാത്രി നമ്മെ ആഹ്ലാദിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഒരു പ്രവാഹത്തെ എന്നിലേക്ക്, ഒരു വ്യക്തിയിലേക്ക്, ബലഹീനനായ ഒരു മനുഷ്യനിലേക്ക് സംക്രമിപ്പിക്കുന്ന ദൈവിക പ്രവൃത്തി. ആശ്ചര്യകരമാണത്. ഞാൻ പറഞ്ഞു വന്നത് അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ലോകത്തെ സ്നേഹിച്ചു ഇല്ല, സഭയെ സ്നേഹിച്ചു അല്ല, അവൻ എന്നെ സ്നേഹിച്ചു. ആശ്ചര്യമാണ്. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം അവിടെ പറയുന്നത്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഒരു മാതൃക എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അടിസ്ഥാനം കൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു. സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു? തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ഇതാണ് ക്രിസ്തു ചെയ്ത കാര്യം. കേവലം സ്നേഹിച്ചത് വാക്കുകൊണ്ടല്ല, അവൻ തന്നെ നമുക്ക് വേണ്ടി യാഗമാക്കി സമർപ്പിച്ചു എന്നുള്ളതാണ്. ഇനി ഞാൻ ആ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത 2-3 പദം കൂടെ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ലോകത്തെ വിട്ടു പോവുകയാണ്. ആ സമയത്ത് എഴുതിയിരിക്കുന്നത്, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്നാണ്. എത്രത്തോളം സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ അവസാനം വരെ. ഉത്തമഗീതത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, സ്നേഹമെന്ന് പറയുന്നത് മരണം പോലെ ബലകരമാണ്. എന്നാൽ കാൽവരി തെളിയിച്ചത് ദൈവസ്നേഹം മരണത്തെ മറികടക്കുന്നതാണ്. മരണത്തെ മറികടന്ന് മരണത്തിൻ്റെ അപ്പുറത്തേക്ക് വന്ന് ആളുകളെ സ്നേഹിക്കുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അത് അവസാനത്തോളമുള്ള സ്നേഹമാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മാറാത്ത സ്നേഹമാണ്. അതൊരിക്കലും മാറുകയില്ല. സ്നേഹിച്ചോ, സ്നേഹിച്ചാൽ ആ സ്നേഹം എന്നേക്കും തുടരുകയാണ്, മാറാത്തതാണ്. മറ്റൊരു വാക്ക് എഫേസ്യ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ അതിന് മുൻഭാഗത്ത് സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ആ കണക്ക് അത്ഭുതപ്പെടുത്തേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ 17-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം മുതൽ വായിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. എനിക്ക് കണക്ക് പിടിയില്ലാത്ത ഒരാളാണ്, പക്ഷേ ഈ ഭാഗത്ത് പറയുന്ന കണക്ക് നമ്മുടെ കണക്കുകളെ മറികടക്കുന്നതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഇവിടെ വായിച്ചത് ദൈവസ്നേഹത്തിന് വീതിയുണ്ട്, നീളമുണ്ട്, ഉയരമുണ്ട്, ആഴമുണ്ട്. ഞാനിപ്പോൾ പറയുന്ന വാക്ക് കടമെടുത്ത് പറയുകയാണ്. ലോകത്തിൽ ഇങ്ങനെ ഒരു കണക്കില്ലെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു പരിമാണം ഇല്ല. അതിൻ്റെ കാരണം, ഇപ്പോൾ ഒരു കിണറിൻ്റെ ഒരു കുഴിയുടെ അളവെടുക്കണമെങ്കിൽ അതിൻ്റെ നീളം നോക്കാം, വീതി നോക്കാം, ആഴവും മതിയായിരിക്കും. ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ അളവെടുക്കണമെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ നീളം, ഇതിൻ്റെ വീതി, ഇതിൻ്റെ ഉയരം, അത് മതി. ലോകത്തിലെ സകല പരിമാണങ്ങളും 3 അളവുകളിൽ ഒതുക്കാം. ലോകത്തിലെ സകല കണക്കും 3 അളവുകളിൽ ഒതുക്കാം. എന്നാൽ പൗലോസ് പറയുന്നത് ദൈവസ്നേഹത്തെ അളക്കാൻ ആ 3 അളവുകൾ പോരാ. അതിന് വീതിയുണ്ട്, അതിന് നീളമുണ്ട്, അതിന് ആഴവുമുണ്ട്, ഉയരവുമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവസ്നേഹത്തെ മനുഷ്യബുദ്ധിക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്തുമാത്രം അളന്നാലും നമ്മുടെ അളവുകളെ അതിശയിപ്പിച്ച് ദൈവസ്നേഹം നിൽക്കുകയാണ്. അതിന് നീളം മാത്രമല്ല വീതിയുണ്ട്, അതിന് ഉയരം മാത്രമല്ല അതിന് ആഴവുമുണ്ട്. മഹാസമുദ്രത്തിന് അളവെടുക്കാനായിട്ട് നീളവും വീതിയും ആഴവും നോക്കിയാൽ മതി. നമുക്കറിയാം ഈ പ്രപഞ്ചത്തിലെ ഏത് അളവുകളും അങ്ങനെ എടുക്കാൻ കഴിയും. പക്ഷെ ദൈവസ്നേഹത്തെ അളക്കാൻ 3 കണക്ക് പോരാ, അതിന് 4 വേണം. ഇനി പറയുന്നത് അതളന്നാലും സാധ്യമല്ലെന്നാണ് പറയുന്നത്. 19-ാം വാക്യത്തിൽ പറയുന്നത് അത് പരിജ്ഞാനത്തെ കവിയുന്നതാണ്. ഇനി ഈ 4 അളവും കൂടെ ചേർത്ത് വെച്ചിട്ട്
ദൈവസ്നേഹം ഇത്രയാണെന്ന് പറയാനും കഴിയുകയില്ല. അത് നിൻ്റെ പരിജ്ഞാനവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമല്ല, വലിയ വ്യത്യാസമാണ്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവാണ്. ഇപ്പോൾ സൈക്കിൾ ചവിട്ടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയും സൈക്കിൾ ചവിട്ടേണ്ടത് എങ്ങനെയാണ്. സൈക്കിൾ ഇങ്ങനെ പിടിക്കണം, അല്പം ചരിച്ച് പിടിച്ചിട്ട് അതിൽ പെഡലിൽ കയറി ചവിട്ടിയിട്ട് സീറ്റിലോട്ട് കയറിയിരുന്ന് പിന്നെ പെഡൽ താഴ്ത്തി മുമ്പോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ എന്നൊക്കെ പറയാം. അത് അതിനെക്കുറിച്ചുള്ള അറിവാണ്. പക്ഷെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ തന്നാൽ സുഖമായിട്ട് ചവിട്ടിക്കൊണ്ടു പോകാവുന്ന നമ്മുടെ കഴിവാണ്. പരിചയിച്ചുള്ള അറിവിനാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നത് ലോകത്തിലെ സകല ജ്ഞാനികളും അവരെന്തുമാത്രം പഠിച്ച് പരിചയിച്ചാലും നിന്റെ അളവുകൾക്ക് അതീതമായിട്ട് ദൈവസ്നേഹം നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറയാൻ സഹായിക്കുന്ന കാര്യമാണ്. ലോകത്തിലെ ഒരു ജ്ഞാനിക്കും കാൽവറിയിൽ വെളിപ്പെടുത്തിയ ദൈവസ്നേഹത്തിൻ്റെ അളവുകൾ മുഴുവനും മനസ്സിലാക്കാൻ സാധ്യമല്ല. ഞാൻ വിചാരിക്കുന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ സ്വർഗത്തിൽ ചെന്നാൽ പോലും ആ സ്നേഹത്തിൻ്റെ അളവുകൾ മുഴുവനും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അത് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമാണ്. മൂന്നാമത്, റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം നാം വായിച്ചു വരുമ്പോൾ, 8-ാം അധ്യായം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലേക്കും ആശയസമ്പൂർണമായ അധ്യായം എന്നാണ് അതിനെക്കുറിച്ച് ദേവദാസന്മാർ പറയുന്നത്. ഈ അധ്യായത്തിലെ പോലെ വേദസത്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരധ്യായവും വേദപുസ്തകത്തിൽ ഇല്ലെന്നാണ്. അത്രയ്ക്ക് മനോഹരമാണ്. ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞത്, ഏതാണ്ട് 4000-ഓളം പേജുള്ള ഒരു വ്യാഖ്യാനം ഈ 8-ാം അധ്യായത്തിന് മാത്രം ഒരാൾ നൽകി. 4000-ഓളം പേജ് ഈ 8-ാം അധ്യായത്തെക്കുറിച്ച് മാത്രം വ്യാഖ്യാനിച്ചിട്ട് അതിൻ്റെ മുഖവരിയിൽ എഴുതി വെച്ചു, ഇതൊരു വിഹക വീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ആകാശത്തൂടെ പറന്നു പോകുന്ന പക്ഷി താഴെയുള്ള ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടതുപോലെ മാത്രമേ ഉള്ളൂ, എനിക്ക് ആഴത്തിലേക്ക് എത്താൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ 8-ാം അധ്യായത്തിൽ നിറച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണുകളെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. അതെല്ലാം പറഞ്ഞു വന്നു. നമ്മൾ ഇതിൻ്റെ 31-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പല ചോദ്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ സമാപനമായിട്ട് 35-ാം വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര് എന്നാണ് ചോദിക്കുന്നത്. ആർക്കാ കഴിയുക? ആരാണ് ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നത്? പക്ഷെ ആര് എന്ന് ചോദിച്ചിട്ട് ആർ എന്ന് പറയാതെ ചില അനുഭവങ്ങളാണ് താഴെ പറയുന്നത്. ആളെ മാറ്റിയിട്ട് ഓരോ സംഭവങ്ങളെ കയറ്റി വിടുകയാണ്. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള് എന്ന് പറഞ്ഞു. ഇതൊക്കെ വന്നാലും പ്രശ്നമില്ല. 37-ാം വാക്യത്തിൽ പറയുന്നത് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുകയാണ്. അതായത് കഷ്ടതയും സങ്കടവും ഉപദ്രവവും പട്ടിണിയും നഗ്നതയും ആപത്തും വാളുമൊന്നും വന്നാലും പേടിക്കാനായിട്ടില്ല. സ്നേഹിതനുള്ളത് കൊണ്ട് നമുക്കതിൽ വിജയമുണ്ട്, നാം വിജയിക്കുന്നു. പിന്നെ പെട്ടെന്ന് രംഗം മാറുകയാണ്. 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജീവിതം കഴിഞ്ഞു, മരണം അത് ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. മരണത്തിലേക്ക് വന്നു. പിന്നെ പെട്ടെന്ന് രംഗം മാറുകയാണ്. ജീവൻ, ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഉയരം, ആഴം, മറ്റ് യാതൊരു സൃഷ്ടി, ഏതാണ്ട് 10-17 കാര്യങ്ങൾ പൗലോസ് ആ വാക്യത്തിൽ പറഞ്ഞു. ഇത് പറയാൻ ഞാൻ ആളല്ല, ഞാനത് വായിച്ചു വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്പരപ്പോടെ പരിഭ്രമത്തോടെ വായിപ്പാൻ ഇടയാകുന്ന വാക്കുകളാണ്. ആദ്യത്തെ സാധാരണ സംഭവങ്ങളെന്ന് പറയാം. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള് എന്ന് പറയുന്നത് ജീവിതത്തിലെ സാധാരണ കാര്യങ്ങൾ. മരണം അതിൻ്റെ ഒടുവിലത്തെ രംഗം, അവിടെ കർട്ടൻ വീഴുകയില്ല. പിന്നെ ജീവൻ, ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോൾ ഉള്ളത്, വരുവാൻ ഉള്ളത്, ഉയരം, ആഴം. അയ്യോ, ഒരു മനുഷ്യൻ, ബലഹീനനായ മനുഷ്യൻ അത്ഭുതപ്പെട്ടാണിത് വായിക്കുന്നത്. ഇനി ഇത് മുഴുവനും കൂടെ, അതായത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ഈ സകല കാര്യങ്ങൾ കൂടെ ബലഹീനനായ ഒരു വിശ്വാസിയുടെ മേൽ വന്നാൽ, ആ വാക്യം പറയുന്നത് അങ്ങനെ വന്നാലും നീ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കപ്പെടുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ സംഭവങ്ങൾ ലൗകിക തലത്തിലുള്ള കാര്യങ്ങളോ അഭൗമമണ്ഡലത്തിലെ കാര്യങ്ങളോ ഇത് മുഴുവനും കൂടെ ഒരു വിശ്വാസിയുടെ മേൽ വന്നിട്ട്
അത് മുഴുവനും കൂടെ അവനെ ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചാലും ദൈവകരങ്ങളിൽ നിന്ന്, ദൈവസ്നേഹത്തിൻ്റെ ചരടുകളിൽ നിന്ന് ആ ദൈവ പൈതലിനെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയുടെ അനുഗ്രഹീതമായ ഭദ്രതയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നെ മാറ്റാൻ യാതൊന്നിനും സാധ്യമല്ല. അപ്പോൾ ആ വാക്യത്തിന് നാം കൊടുക്കാൻ ഇടയാകുന്ന വാക്ക് വേർപിരിക്കുവാൻ കഴിയാത്ത സ്നേഹമാണ്. 3 വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ. സ്നേഹം എന്ന് പറയുന്നത് ബൃഹത്തായ വിഷയമാണ്. കർത്താവിൽ ഉൾപ്പെട്ട സ്നേഹം തന്നെ നമ്മുടെ ചിന്തകൾക്കൊക്കെ അപാരമായിട്ട് നിൽക്കുന്നതാണ്. അത് 1, 2, 3, 4 ക്ലാസ്സുകളൊന്നും ഒതുക്കാൻ കഴിയുന്നതല്ല. എങ്കിലും നമ്മൾ പരിമിതമായ മിനിറ്റുകൾ പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ പറഞ്ഞത് 3 വാക്കുകളാണ്. ഒന്ന്, യോഹന്നാൻ 13:1 പറയുന്നത് മാറാത്ത സ്നേഹമാണ്. എഫേസ്യർ 3:19 പറയുന്നത് പരിജ്ഞാനത്തെ കവിയുന്നതാണ്. റോമർ 8:35 മുതൽ 39 വരെ പറയുന്നത് വേർപിരിപ്പാൻ കഴിയാത്ത സ്നേഹം ആണത്. അതാണ് ദൈവം നമുക്ക് നൽകുവാനിടയായത്. അതോർത്ത് നമുക്ക് ദൈവത്തെ വാഴ്ത്തുവാൻ കഴിയും. ഈ ദൈവസ്നേഹത്തിൽ നിന്ന് നാം മാറുകയില്ല. ഞാനതിൻ്റെ ഒടുവിൽ 1-2 വാക്കുകൾ പറയാം. എങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്? ഒരു വേദഭാഗം വായിക്കുമ്പോൾ, റോമാലേഖനം തന്നെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവിടെ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന പല പ്രയോഗങ്ങളുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, 5-ന്റെ 6-ാം വാക്യം, അവിടെ 2 പ്രയോഗങ്ങൾ നമ്മെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, നാം ബലഹീനർ. ആ വാക്യം ഞാൻ മൊത്തം വായിക്കാം. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, നാം ബലഹീനരാണ്. 2, നാം അഭക്തന്മാരാണ്, അഭക്തന്മാരായ ആളുകളാണ്. വീണ്ടും 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തു നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നാം പാപികളാണ്. ഇനി അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം ശത്രുക്കൾ ആയിരിക്കുമ്പോൾ. ആ 3 വാക്യങ്ങൾ ഒരു പ്രയോഗം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കാം. ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നാം 8-ാം വാക്യത്തിൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, 10-ാം വാക്യത്തിൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വന്നപ്പോഴല്ല ദൈവം എന്നെ സ്നേഹിച്ചത്. ഞാൻ കുറച്ച് നന്നായപ്പോൾ, എൻ്റെ സ്വഭാവം ഒന്ന് മാറിയപ്പോൾ, എൻ്റെ ചിന്തകൾ മാറിയപ്പോൾ, എൻ്റെ നല്ല ജീവിതം വന്നപ്പോൾ അപ്പോൾ ദൈവം സ്നേഹിച്ചു. പക്ഷേ വെറുക്കപ്പെടേണ്ടവനാണ്, ബലഹീനനായിരുന്നു, പാപിയായിരുന്നു, ശത്രുവായിരുന്നു. പക്ഷേ ആ അവസ്ഥയ്ക്കൊക്കെ ഞാനൊരു മാറ്റം വരുത്തിയപ്പോൾ എന്നെ ദൈവത്തിന് സ്നേഹിക്കാൻ തോന്നി. അല്ലല്ല, അവിടെ പറഞ്ഞത് ഞാൻ എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിൽ ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ. ഒരുപക്ഷെ അതിന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടായിരിക്കാം ദൈവാത്മാവ് ആ 3 വാക്യങ്ങൾ, ആ പ്രയോഗം, അതിൻ്റെ ശക്തിയെ ചൂണ്ടിക്കാണിക്കാൻ ചേർത്ത് വച്ചത്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ, പാപികളായിരിക്കുമ്പോൾ തന്നെ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. 7-ാം വാക്യം നമ്മുടെ ശ്രദ്ധയിൽ പലപ്പോഴും വരാറുള്ളതാണ്. അവിടെ പറഞ്ഞത് നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. എന്നാൽ ദുർലഭമാണ് എങ്കിലും അധികം കാണാത്ത മറ്റൊരു കാര്യമാണ് ഗുണവാനു വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. അങ്ങനെ തുനിയുമെന്നല്ല, അങ്ങനെ സാധിച്ചേക്കാം. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗുണവാനു വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഒരു ലളിതമായ ഉദാഹരണം പോലെ. ഗുണവാനെന്ന് പറഞ്ഞാൽ എൻ്റേതായിട്ട് ഞാനൊന്നും പിടിച്ചു വയ്ക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമാണോ? എടുത്തോ. നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട, എൻ്റെയും കൂടെ നിങ്ങൾ എടുത്തോ എന്ന് പറയുന്നതാണ് ഗുണവാൻ്റെ മനോഭാവം. എനിക്ക് വേണ്ട, എൻ്റേതായിട്ട് ഞാൻ ഇതെൻ്റെയാണ് എന്ന് പറയാം, പക്ഷെ വേണ്ട, എനിക്ക് വേണ്ട, നിനക്ക് ആവശ്യമാണ്, എടുത്തോ, നീ കൊണ്ടുപോയിക്കോ, അതിന് പ്രതിഫലം ഒന്നും വേണ്ട, നിനക്ക് ഞാൻ തരികയാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അവന് വേണ്ടി ആരെങ്കിലും മരിപ്പാൻ തുനിഞ്ഞേക്കാം. കാരണം അവനൊന്നും അവൻ്റേതായിട്ട് വെക്കുന്നില്ല, അവനെല്ലാം വിട്ടുകൊടുക്കുകയാണ്. അവന് വേണ്ടി വല്ലതും ആരെങ്കിലും ചെയ്തേക്കാം, മരിപ്പാൻ ഒരുപക്ഷെ തയ്യാറായേക്കാം. പക്ഷേ നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭമെന്ന് പറഞ്ഞാൽ, നീതിമാൻ പറയുന്നത് നിൻ്റെ ഒന്നും എനിക്ക് വേണ്ട,
എൻ്റെ ഞാനൊട്ട് തരികയുമില്ല. നീതിമാൻ ഒരു കുഴപ്പമില്ലല്ലോ, അവൻ ആരുടെയും മോഷ്ടിച്ചെടുക്കുന്നില്ല, ആരുടെയും പോക്കറ്റിൽ കൈയിടുന്നില്ല, ആരുടെയും വീട്ടിൽ ചെന്ന് അവൻ അവകാശം ചോദിക്കുന്നില്ല. അവൻ പറയുന്നത് നിൻ്റെയൊക്കെ നിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ, എനിക്ക് വേണ്ട, പക്ഷേ എൻ്റേത് എൻ്റെ കയ്യിലാണ്, അത് നീ ചോദിക്കണ്ട, എനിക്കുള്ളതാണ്, നിൻ്റേത് നിൻ്റേതാണ്. അതാണ് നീതിമാൻ. അവന് വേണ്ടി വല്ലവനും മരിക്കുമോ? പൗലോസ് പറയുകയാണ്, അത് ദുർലഭം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല. അതായത് ഒന്നും വിട്ടുകൊടുക്കാതെ അവൻ അവൻ്റെ സൂക്ഷിക്കുന്നു, വേറൊരുത്തനും കൊടുക്കുകയില്ല. ആരാ അവന് വേണ്ടി മരിക്കുന്നത്? എന്നാൽ ഒരുത്തനെല്ലാം വിട്ടുകൊടുക്കുന്ന ഒരുവനാണെങ്കിൽ അവന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായേക്കാം. എന്നാൽ 8-ാം വാക്യം പറഞ്ഞ് ക്രിസ്തുവോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ സ്ഥിതി പാപിയുടെ സ്ഥിതിയാണ്. അതിൻ്റെ അർത്ഥം എന്താ? പാപി പറയുന്നത് എൻ്റേതൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കും, പിന്നെ നിൻ്റേത് ഞാൻ എടുക്കും. അതാണ് പാപി പറയുന്നത്. പരമദുഷ്ടൻ എന്നവനെക്കുറിച്ച് പറയാം. മറ്റേ നീതിമാൻ പറയുന്നത് നിൻ്റെ നീ എടുത്തോ, എനിക്ക് വേണ്ട, എൻ്റെ നീ ചോദിക്കുകയും വേണ്ട. ഗുണവാൻ പറയുന്നത് നിൻ്റെ നീ എടുത്തോ, എൻ്റേതും കൂടെ നീ എടുത്തോ. പാപി പറയുന്നത് എൻ്റെ വകയാണ്, അതിൻ്റെ മേലെ ആരും കൈവെക്കേണ്ട ആവശ്യമില്ല, പിന്നെ നിനക്കുള്ളതും ഞാൻ എൻ്റേതാക്കി തീർക്കും. അങ്ങനെയുള്ള പാപികൾക്കു വേണ്ടി ദൈവപുത്രൻ മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ലോകത്തിലേക്കും ഗുണമില്ലാത്ത നമ്മെ ദൈവം സ്നേഹിച്ചല്ലോ എന്നോർക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ഉള്ളം നന്ദിയാൽ നിറയുകയാണ്. എന്തൊരു അയോഗ്യതയാണ് നമ്മുടെ മേലുണ്ടായിരുന്നത്! അങ്ങനെയുള്ള നമ്മെ ദൈവം സ്നേഹിച്ചു എന്നുള്ളത് അത്ഭുതകരമാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നാം മത്തായി സുവിശേഷം വായിക്കുമ്പോൾ അതിന് 5-ാം അധ്യായത്തിൽ അതിൻ്റെ 43-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: കൂട്ടുകാരനെ സ്നേഹിക്കുക. ന്യായപ്രമാണത്തിലെ കൽപ്പനയാണ് കർത്താവ് അവിടെ പറയുവാനിടയായത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യത്തിൽ പറയുന്നത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ന്യായപ്രമാണമാണ് കൂട്ടുകാരനെ സ്നേഹിക്കുക. എന്നാൽ 44-ാം വാക്യത്തിൽ പറയുന്നത് എൻ്റെ പ്രമാണം ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ കൃപയുടെ പ്രമാണം പറയുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള ഒരു അന്തരം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ന്യായപ്രമാണം പറയുകയാണ് കൂട്ടുകാരനെ സ്നേഹിച്ചോ, പക്ഷേ കൃപയുടെ പ്രമാണം പറയുകയാണ് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ശത്രുവിനെ പയക്കാനാണ് ന്യായപ്രമാണം പറയുന്നത്. പക്ഷെ ഞാൻ പറയുകയാണ് കൂട്ടുകാരനെ അല്ല സ്നേഹിക്കേണ്ടത്, നിന്റെ ശത്രുവിനെ സ്നേഹിപ്പിൻ. അത് കർത്താവ് കാണിച്ചു എന്നാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. നാം ശത്രുക്കൾ ആയിരിക്കുമ്പോൾ തന്നെ ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞവൻ ശത്രുവിനെ സ്നേഹിച്ച് തന്നെ അത് കാണിച്ചു തരുവാൻ ഇടയായി. അത് ഒരു അനുഗ്രഹീതമായിരിക്കുന്ന കാര്യമാണ്. ഇനി ഈ സ്നേഹം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്ന ഈ വാക്കുകളൊന്നും ഞാൻ ഒരു ബൈബിൾ സ്കൂളിൽ പഠിച്ച ആളൊന്നും അല്ല കേട്ടോ. പഠിച്ച ആൾക്കാർ പറഞ്ഞത്, എഴുതിയത്, വായിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ട് സ്നേഹത്തിന് 4 പദങ്ങളാണ് ഇതിൻ്റെ മൂലഭാഷയായി ഗ്രീക്കിൽ ഉപയോഗിക്കാറുള്ളത്. 4 വാക്കുകൾ സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് പറയാൻ 4 ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഒരു സാധാരണ പദമാണ് സ്റ്റോർഗി എന്ന് പറയുന്ന ഒരു വാക്ക്. സ്റ്റോർഗി, ഞാനതിൻ്റെ അത് ഡിഫൈൻ ചെയ്യല്ല, എങ്കിലും അതിൽ ഓരോ വാക്ക് പറഞ്ഞു പോകാം, കാരണം അത് ആശയപുഷ്കലമാണ്. എങ്കിലും അതിൻ്റെ ഓരോ വാക്കുകൾ. സ്റ്റോർഗി എന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുന്നത് കുടുംബ ബന്ധങ്ങളിലാണ്. ഇപ്പോൾ സഹോദരി സഹോദരന്മാർ തമ്മിലോ മാതാപിതാക്കന്മാർ തമ്മിലോ ഒക്കെ ഉണ്ടാകുന്ന ബന്ധത്തിന്, അവിടെ ഉണ്ടാകുന്ന സ്നേഹത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. കുടുംബ ബന്ധങ്ങളിൽ പ്രത്യക്ഷമാകുന്ന സ്നേഹമാണ് സ്റ്റോർഗി എന്നുള്ള ആ വാക്കിൽ അറിയപ്പെടുന്ന സ്നേഹം. മറ്റൊരു പദമാണ് എറോസ് എന്നുള്ള വാക്ക്. സാധാരണ കേൾക്കാറുള്ള ഒരു വാക്കാണത്. അതിൻ്റെ ദൂഷ്യമെന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത താൽക്കാലിക സന്തോഷം തരുന്ന സ്നേഹബന്ധങ്ങളാണ്. പ്രത്യേകിച്ചും ശരീരസംബന്ധിയായ വിഷയമാണ് അതിൽ വരുന്നത്. പക്വതയില്ലാത്ത അല്ലെങ്കിൽ പക്വതയിൽ എത്താത്ത സ്നേഹത്തിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്.
ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ തലത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് അതാണ്. ഇറോസ് എന്നുള്ള വാക്ക് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. മൂന്നാമത്തേത് ഫിലയോ എന്നുള്ള വാക്കാണ്. അത് വേദപുസ്തകത്തിൽ പലപ്പോഴും കാണുന്ന ഒരു പദമാണ്. പ്രിയം എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. യോഹന്നാൻ 21 നാം അത് എടുത്തു വായിക്കുന്നുണ്ട്, ഒന്നിലധികം വാക്കുകളിൽ. ഫിലയോ എന്നുള്ള വാക്ക് അത് പ്രതികരണ സ്നേഹമാണ്. അതായത് എന്നെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ചും സ്നേഹിക്കും. എന്നോട് ഹലോ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഹലോ പറയും. എൻ്റെ വീട്ടിൽ അവർ വന്നാൽ അവരുടെ വീട്ടിൽ ഞാൻ പോകും. എന്നെ കല്യാണത്തിന് വിളിച്ചാൽ എൻ്റെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന് അവരെയും ഞാൻ വിളിക്കും. പ്രതികരണമാണ്, ഇങ്ങോട്ട് കാണിക്കുന്നതിന് അനുസരിച്ചുള്ള സ്നേഹമാണ്. അത് പ്രധാനമായിട്ടും വിവാഹ ബന്ധങ്ങളിൽ ആണ് അതിൻ്റെ പ്രയോഗം കൂടുതലായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത ലാളിക്കുന്നതാണ്, ലാളനം നൽകുന്നതാണ്. ഇപ്പോൾ ഭാര്യാഭർത്ത ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പോറ്റി പുലർത്തുക, അല്ലേ, ചെറിഷ് ആൻഡ് നറിഷ് എന്ന് പറയുന്ന പോലെ ലാളനപ്രധാനമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിലയോ. നാലാമത്തെ വാക്കാണ് അഗപ്പെ എന്നുള്ള വാക്ക്. അത് നമുക്കറിയാം ദൈവസ്നേഹത്തിന് ഉപയോഗിക്കുന്ന പദമാണ്. അതാണ് ഏറ്റവും കുലീനമായത്, നിലനിൽക്കുന്നത് അതാണ്. ഇനി ദൈവത്തിന് ഒരു ലക്ഷണം പറയാമെങ്കിൽ, ദൈവത്തിന് ലക്ഷണം പറയാനായിട്ട് നമുക്ക് സാധ്യമല്ല. എന്നാൽ ദൈവം എന്താണ്? ഇപ്പോൾ വേദപുസ്തകം വായിച്ചറിയാം, ദൈവം കൃപാലുവാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ പെട്ടതാണ്. ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദയയുള്ളവനാണ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ വേദപുസ്തകത്തിലെങ്ങും ദൈവം കൃപയാണ് എന്ന് പറഞ്ഞിട്ടില്ല, ദൈവം കരുണയാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം സ്നേഹമാണ്, അതാണ് ദൈവത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം നാം വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. 8-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ വാചകത്തിൽ ദൈവം സ്നേഹം തന്നെ. 1 യോഹന്നാൻ 4:8. 16-ാമത്തെ വാക്യത്തിലും മധ്യഭാഗത്ത് അത് തന്നെ പറയുന്നുണ്ട്, ദൈവം സ്നേഹം തന്നെ. അപ്പം ദൈവത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. തിരിച്ചു പറയരുത് കേട്ടോ, സ്നേഹം ദൈവമല്ല, ദൈവം സ്നേഹമാണ്. ഒരുപക്ഷെ അതിനോട് ചേർത്ത് പറയാവുന്ന വാക്കാണ്, നാം ക്രിസ്തുവിനെ കാണുമ്പോൾ അവന് ഒരു രൂപമുണ്ട്. ശരിക്കും പറഞ്ഞാൽ, രൂപം എന്ന് പറഞ്ഞാൽ അവന് നമ്മളെ പോലെ തലയുണ്ടായിരുന്നു, കൈകളുണ്ടായിരുന്നു, നെഞ്ചും കാലും ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അവനൊരു സ്വരൂപമുണ്ട്. കൊലോസ് ലേഖനം നാം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, സ്നേഹസ്വരൂപനായ പുത്രൻ. ക്രിസ്തുവിൻ്റെ ആളത്വം പൊതിഞ്ഞു നിൽക്കുന്നത് സ്നേഹത്തിലാണ്. സ്നേഹസ്വരൂപൻ. അതുകൊണ്ട് ദൈവം കോപിക്കുകയില്ലെന്നല്ല, ദൈവം ന്യായാധിപൻ അല്ലെന്നല്ല, ദൈവം ശിക്ഷിക്കുകയില്ലെന്നല്ല. എന്നാൽ അവൻ്റെ ആളത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അത് സ്നേഹമാണ്. അവൻ സ്നേഹ സ്വരൂപനായ പുത്രനാണ്. നമുക്കറിയാമല്ലോ, ക്രൈസ്തവ വിശ്വാസത്തിലെ അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിലെ 3 അടിസ്ഥാനപരമായ പ്രത്യേകതകൾ എന്ന് പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. 1 കൊരിന്ത്യർ 13-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിലനിൽക്കുന്ന 3 കാര്യങ്ങളായിട്ട് പൗലോസ് അവിടെ പറയുന്നതാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ചേർത്ത് പറഞ്ഞു, ഇവയിൽ വലിയത് സ്നേഹമാണ്. അതിൻ്റെ കാരണങ്ങൾ ഒരുപക്ഷെ ഒന്നിലധികം ഉണ്ടായിരിക്കാം. എന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന 1-2 കാര്യങ്ങൾ ഇതാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3ഉം വലുതാണ്. എന്നാൽ അതിനെ 3നും എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലുത് സ്നേഹമാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഒരു കാരണം, നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരാണ്.
ഇപ്പോൾ നമ്മൾ പാടിയ പാട്ടിലെ പോലെ ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം. വിശ്വാസക്കാൽ ചുവട്ടിലാണ്. ഒന്നും കണ്ടിട്ടല്ല, വിശ്വസിച്ചു. വേദപുസ്തകത്തിൽ വാക്യമുണ്ട്, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്നേ ഉള്ളൂ. അതിന് വേറെ ശക്തിയോ ബലമോ ഒന്നും കൊടുക്കാതെ വിശ്വസിച്ചു എന്നുള്ള കാരണത്താലാണ്. എന്താ വിശ്വാസത്തിൻ്റെ അന്തമെന്ന് പറയുന്നത്? എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 1 വാക്യം വിശ്വാസത്തിൻ്റെ നിർവചനമാണോ, ഡെഫിനേഷനാണോ എന്നെനിക്കറിയാൻ പാടില്ല. എന്നാൽ ആ 1 വാക്യം വിശ്വാസത്തിൻ്റെ ഫലമാണ്, അതിൽ ഒരു സംശയവുമില്ല. വിശ്വാസത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അത് വിശ്വാസത്തിൻ്റെ ഫലമാണ്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ, അവനെ കാണുമ്പോൾ എനിക്ക് പിന്നെ ആവശ്യമില്ലാത്ത ഒന്നാണ് വിശ്വാസം. കാരണം വിശ്വാസത്തിൻ്റെ പൂർണ്ണത ഞാൻ കൈവരിച്ചു കഴിഞ്ഞു. കാണാത്ത കാര്യത്തെ കണ്ടു കഴിഞ്ഞു. ആശിക്കുന്നത് എൻ്റെ കൺമുമ്പാകെ വന്നു കഴിഞ്ഞു. എനിക്ക് വേണ്ടി മരിച്ച ദൈവപുത്രനെ ഞാൻ കണ്ട് അവൻ്റെ മാർവിലേക്ക് ഞാൻ വീണ് കഴിയുമ്പോൾ ഇനി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസത്തിന് പിന്നെ സ്ഥാനമില്ല. അവനെ കാണുന്നത് വരെ മാത്രമേ ഇത് ആവശ്യമുള്ളൂ. പ്രത്യാശ അതുതന്നെയാണ്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയല്ല. പ്രത്യാശ എന്ന് പറയുന്ന ആശയല്ല. കാരണം അതൊക്കെ നഷ്ടപ്പെടുന്നതാണ്. സദൃശവാക്യം നമ്മൾ വായിക്കുമ്പോൾ 11 അധ്യായത്തിലും വേറെ 1-2 ഭാഗങ്ങൾ പറയുന്നുണ്ട്, ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ്റെ ആശ നശിക്കുന്നു, അവൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുക, പ്രതീക്ഷ നശിക്കുന്നു, ആശയ്ക്ക് ഭംഗം വരികയാണ്, ആശാഭംഗം വരികയാണ്. മരണത്തോടു കൂടെ പ്രതീക്ഷ പോവുകയാണ്. എന്നാൽ റോമാലേഖനം 5 അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പ്രത്യാശയുടെ കാര്യം പറയുമ്പോൾ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രതീക്ഷ ഭംഗമുള്ളതാണ്, പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ സ്വർഗമല്ല. സ്വർഗത്തിൽ പോവുകയില്ലെന്നല്ല ഞാൻ പറയുന്നത്, സ്വർഗത്തിൽ നമ്മൾ പോകും. എന്നാൽ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു വ്യക്തിയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ സ്വർഗമെന്നല്ല, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. നമ്മുടെ പ്രത്യാശ അവനാണ്. വേദപുസ്തകത്തിൽ എത്രയോ വാക്യങ്ങൾ ഡയറക്റ്റായിട്ട് ആ വാക്ക് പറയുന്നുണ്ട്, നമ്മുടെ പ്രത്യാശ അവനാണ്. അപ്പോൾ അവനെ കണ്ടു കഴിയുമ്പോൾ പ്രത്യാശയ്ക്കും പിന്നെ സ്ഥാനമില്ല. കാരണം പ്രത്യാശ അവനാണ്. അവനെ നേരിട്ട് കണ്ടു കഴിഞ്ഞു, ഇനി പ്രത്യാശയുടെ ആവശ്യമില്ല. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ചേർക്കപ്പെടുന്നത് വരെ മാത്രമേ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും സ്ഥാനമുള്ളൂ. എന്നാൽ അവനെ കണ്ടു കഴിഞ്ഞാലും അനന്തമായ യുഗങ്ങൾ നാം അവനെ സ്നേഹിച്ചു കൊണ്ടിരിക്കും. തുടരുകയാണ്, നിർവിഘ്നമായിട്ട് തുടരുകയാണ്. യുഗാന്ത്യങ്ങളെ മറികടന്ന് ആ സ്നേഹം നിൽക്കുകയാണ്. നിത്യമഹത്വത്തിലേക്ക് ചേർക്കപ്പെട്ടാലും അവൻ്റെ സ്നേഹത്തിൻ്റെ മാസ്മരികമായ ആ വലയത്തിൽ നിന്നുകൊണ്ട് അവനെ ആദ്യം കാണുന്നത് പോലെ 1000 കോടി യുഗങ്ങൾ കഴിഞ്ഞാലും അവനെ കണ്ടുകൊണ്ടിരിക്കും. അവൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിനെ സ്പർശിക്കും. അവൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ നാം വാസ്തവത്തിൽ അമ്പരന്ന് നിന്നിട്ട് നിത്യതയുടെ തീരാത്ത നാളുകൾ അവനെ നാം സ്നേഹിച്ചു കൊണ്ടിരിക്കും. അത് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്നേഹമെന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രത്യേകതയാണ്. വിശ്വാസവും പ്രത്യാശയും അതിനൊരു അവസാന സമയമുണ്ട്, പക്ഷെ സ്നേഹത്തിന് അത് വരുന്നില്ല എന്നുള്ളതാണ്. യെരമ്യാ പ്രവചനം 31 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ ഒരു പ്രവചന വാക്യമാണെങ്കിലും ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്നേഹത്തെക്കുറിച്ചാണ് ആ വാക്യം പറയുന്നത്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ അവസാനിക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. എന്നേക്കുമുള്ള സ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിക്കുവാനിടയായി. അത് തന്നെയല്ലേ വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാൻ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, ഒന്നും അവന് ആശാവഹമായിട്ടില്ല. അവിടെ
ആ കടൽ തിരകളുടെ നടുവിൽ ഒറ്റയ്ക്ക് അവൻ കിടക്കുകയാണ്. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല, ധൈര്യപ്പെടുത്താൻ ആരുമില്ല. നാട് കടത്തപ്പെട്ട് അവൻ അവിടെ കഴിയുകയാണ്. സ്വർഗം തുറന്നു. കർത്തൃ ദിവസത്തിൽ അവൻ ആ കാഴ്ച കണ്ടു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ആരാധനാ യോഗങ്ങളിൽ ദൈവദിനം നിരന്തരം വായിക്കാറുള്ളതാണ്. നമ്മെ സ്നേഹിക്കുന്നവൻ. എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മെ സ്നേഹിച്ചവൻ എന്ന് പറഞ്ഞാൽ ഒരു വേദ പണ്ഡിതനും അതിലൊരു തെറ്റ് പറയുകയില്ല. നമ്മെ സ്നേഹിച്ചവൻ, ശരിയല്ലേ, നമ്മെ സ്നേഹിച്ചവനാണ്. എന്നാൽ അവിടെ ദൈവാത്മാവ് പറഞ്ഞത് നിന്നെ സ്നേഹിച്ച ഒരുത്തനുണ്ടെന്നല്ല. അല്ലയോ യോഹന്നാനെ, ഇവിടെ കടലിൻ്റെ നടുവിലാണ്, നിൻ്റെ കൂടെ ആരുമില്ല, നീ ഒറ്റയ്ക്കാണ്. പക്ഷേ നിന്നെ ഇതിൻ്റെ നടുവിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്ന ഒരുവൻ. ആരും സ്നേഹിക്കാൻ കൂടെ ഇല്ല, വേറെ മനുഷ്യരാരുമില്ല. നീ ഏകാന്തത അനുഭവിക്കുകയാണ്, ഒരു കടലിൻ്റെ നടുവിലാണ്, കൂടെ ആരുമില്ല. പക്ഷെ നിന്നെ ഇപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ ഹൃദയത്തെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവ്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു. ഞാൻ ഓർക്കുകയാണ്, ഒരു പ്രാവശ്യം തൃശ്ശൂർ കുന്നംകുളത്തിനടുത്തുള്ള പഴഞ്ഞി എന്ന സ്ഥലത്ത് കൺവെൻഷന് പോയി. കൺവെൻഷന് ക്ലാസ് കഴിഞ്ഞ് അവിടെ ഒരു വീട്ടിൽ ആഹാരം കഴിക്കാനായിട്ട് പോയി. അവിടെ ഇരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ വേറെ സഹോദരനുണ്ട്. വീട്ടിൽ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് ആ കുടുംബത്തെക്കുറിച്ച് അധികം പറഞ്ഞുകൂടാ. പ്രസിദ്ധനായ KV ചേറു എന്ന ദേവിദാസൻ്റെ അതിനോട് ബന്ധപ്പെട്ട ഭവനമാണ് എന്നെനിക്കറിയാം. അങ്ങനെ പോയിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു വന്നപ്പോൾ ചെറുത് രക്ഷിക്കപ്പെടാനുണ്ടായ സാഹചര്യമൊക്കെ ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ അവിടെയുള്ള ആ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടതോടുകൂടെ പിതാവ് വലിയ കോപിഷ്ഠനായി. അദ്ദേഹം പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും കൊച്ചും ഉണ്ടാകാൻ പാടില്ല, ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു. ഉഗ്രപ്രതാപിയായ ആ മനുഷ്യൻ പറയുന്നതിന് മാറ്റമില്ല. രക്ഷിക്കപ്പെട്ടതൊക്കെ മതി, അത് അത്രയും തന്നെ വേണ്ട, നീ അത് ചെയ്തു, ഇനി ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ സ്നാനപ്പെടാനൊന്നും പോകരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ സ്നാനം ആവശ്യമാണെന്ന് ബോധ്യമായപ്പോൾ താൻ സ്നാനപ്പെട്ട് കഴിഞ്ഞു. ആ സ്നാനപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പോഴാണ് അപ്പൻ ആ വീട്ടിൻ്റെ മുൻവശത്തു നിന്ന് പറയുന്നത്, നാളെ നേരം വെളുക്കുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും കൊച്ചും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഉഗ്രശാസനമാണ്. അതിന് ഒരു മറുവാക്ക് പറയാനായിട്ട് ആ മകനുണ്ടായില്ല. നേരം വെളുത്ത് പോകുന്നതിന് മുമ്പായിട്ട് ഞാനപ്പോൾ കേട്ട കഥകൾ ഇങ്ങനെ പറഞ്ഞു. പോകുന്നതിന് മുമ്പായിട്ട് അമ്മ, ചെറുപദേശി KV ചേറു എന്ന് പറയുന്ന ആൾ, ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് അമ്മ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, മോനെ, നീ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്കറിയാം. പക്ഷേ നിൻ്റെ അപ്പൻ്റെ സ്ഥിതി നിനക്കറിയാം, എനിക്കും അറിയാം, ഒന്നും പറയാൻ നിവൃത്തിയില്ല, അത് നമുക്കറിയാമല്ലോ. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീ പോവുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു അല്പ അരി എടുത്ത് ഒരു തുണിയിൽ കെട്ടിക്കൊടുത്തു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് കൊടുത്തു. ഒരു പക്ഷേ ഒരു കലവും കൂടെ കൊടുത്തു സംശയമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ, ഒരു കൊച്ചാണ് കയ്യിലുള്ളത്, ഈ കുഞ്ഞിനെ നീ കളയരുത്, നശിപ്പിക്കരുത്. എവിടെയെങ്കിലും അവസരമുണ്ടാകുമ്പോൾ ഈ കലമെടുത്ത് വെച്ച് ഈ അരിയിട്ട് വേവിച്ച് ആ വെള്ളം കുഞ്ഞിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ അരിയും കൊടുത്ത് അമ്മ അവിടെ നിന്ന് യാത്രയാക്കി നേരെ തൃശ്ശൂരിലേക്ക് നടക്കുകയാണ്. തൃശ്ശൂരിൽ ഒരു കൂട്ടം വിശ്വാസികളുണ്ടെന്ന് അറിയാം, പക്ഷേ അങ്ങനെ പരിചയമൊന്നുമില്ല. ഏതാണ്ട് 10-40 കിലോമീറ്ററോളം ദൂരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ദൂരം നടന്നു, വഴിവെക്കിലെ വെള്ളമൊക്കെ കുടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ട ആ ഭാര്യയും ഭർത്താവ് കുഞ്ഞുമായിട്ട് നടക്കുകയാണ്. പരീക്ഷീണരായി, പട്ടിണിക്കാണ്, വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടതാ. ഇനി എവിടെ, ഭാവി എങ്ങനെ, ഒന്നും അറിഞ്ഞുകൂടാ. തൃശ്ശൂരിൽ വന്നു. തൃശ്ശൂർ സന്ധ്യാസമയത്ത് വന്ന് തൃശ്ശൂർ പൂരപ്പറമ്പ് എന്ന് പറയുന്ന തൃശ്ശൂർ റൗണ്ടിൽ, തേക്കിൻകാട് മൈതാനമെന്നാണ് ഇപ്പോഴും ആ സ്ഥലത്തെക്കുറിച്ചല്ല പറയുന്നത്. അന്ന് കള്ളന്മാരുടെ വിഹാര രംഗമാണ്. അതിൻ്റെ നടുവിൽ വന്ന് രാത്രി സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചു. അവിടെ ഒരു അടുപ്പുണ്ടാക്കി, അടുപ്പിൽ ഈ കലം വെച്ച് അരി വേവിച്ച് ആ വെള്ളം കുഞ്ഞിന് കൊടുത്തു. 1-2 പിടി ചോറ് ആ സഹോദരി വായിലിട്ടു. ഉപ്പില്ല, കറിയില്ല, ഒന്നുമില്ല. ഭയങ്കര മാനസിക വേദന, അല്ലാത്ത തളർച്ച. അത് കഴിഞ്ഞ് അവരവിടെ തളർന്ന് കിടന്നു. കാരണം 10-40 കിലോമീറ്ററോളം നടന്ന് പരീക്ഷണിട്ട് വന്ന് അവർ ആ കാട്ടിൽ കിടന്നിറങ്ങി. കള്ളന്മാരുടെ സ്ഥലമാണ്. ഉപദേശിക്ക് ചെറുപ്പക്കാരനാണ്. ഉപദേശി എന്ന് പറയുമ്പോൾ പ്രായമായെന്ന് വിചാരിക്കേണ്ട, യുവാവാണ്, കുഞ്ഞാണ് കൂടെ ഉള്ളത്. തനിക്ക് ഉറക്കം വരുന്നില്ല. തൻ്റെ ഭാര്യയും കൊച്ചും അവിടെ കിടക്കുന്നു. അന്ന് രാത്രി എഴുതിയ
ഒരു പാട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം കുറിച്ച പാട്ട് ആണ് നമ്മൾ ആരാധനയോഗത്തിന് സന്തോഷമായിട്ട് പാടാറുള്ളൊരു പാട്ട്. ഇദ്ധരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ അപ്പനെ എന്നുള്ള പാട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതിൽ ആദ്യം എഴുതിയത്, മാതാപിതാക്കന്മാർ എന്നെ വെടിഞ്ഞാലും സന്താപമില്ലെനിക്ക്, എൻ്റെ മാതാപിതാവേക്കാൾ അൻപ് തിങ്ങുന്ന യേശു ഉണ്ട്. കൂട്ടം വെറുത്തു, കുലവും വെറുത്തു, കൂട്ടുകാരും വെറുത്തു, എന്നാൽ കൂട്ടായിത്തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിട എന്നുള്ള ആ വരികൾ പൂർത്തീകരിച്ചു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ മുമ്പിലിരിക്കുന്ന ഈ പിതാവ് ഇങ്ങനെ നിർനിമേഷനായിട്ടിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരുടെ കാര്യങ്ങളായി പറയുന്നത്. എങ്കിലും ഞാൻ പറയുമ്പോൾ അദ്ദേഹം ഒന്നും ഇടയ്ക്ക് കയറി പറയുന്നില്ല. ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ തെറ്റുകളുണ്ടായിരിക്കാം, അങ്ങനെ അല്ലായിരിക്കാം ശരിക്കുള്ള കാര്യങ്ങൾ. എങ്കിലും അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നിട്ട് അവസാനം എൻ്റെ കയ്യിൽ ഇങ്ങനെ കയറി അങ്ങോട്ട് മുറുക്കി അങ്ങ് പിടിച്ചു, കയ്യിൽ ശരിക്കും അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, ജെയിംസ് സഹോദര, ആ കൊച്ച് ഞാനാണ്. അതായത് എന്നെ എടുത്തുകൊണ്ടാണ്, എൻ്റെ അപ്പനാണ് കെ വി ചേറു എന്ന് പറയുന്ന ആൾ, എന്നെ എടുത്തുകൊണ്ടാണ് എൻ്റെ അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ഏതാണ്ട് 80ഓളം വർഷങ്ങൾക്ക് മുമ്പ് അവരെന്നെയും ചുമന്നുകൊണ്ടാണ് വന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ല, ആ ദൈവസ്നേഹത്തിന് 80 കൊല്ലങ്ങൾ കൊണ്ട് മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും അവൻ സ്നേഹിക്കുകയാണ്. പരാധീനതകളുണ്ടായിരിക്കാം, മനോഭാരങ്ങളുണ്ടായിരിക്കാം, ജീവിതത്തിൽ വേദനകളോ കഷ്ടതകളോ ഒക്കെ അടിക്കടിയായിട്ട് വന്നു എന്ന് വരാം. പക്ഷേ അവൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. യോഹന്നാനോട് പറയുകയാണ്, നിന്റെ കൂടെ ഇരിക്കാൻ ആരുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല, നീ പേടിക്കണ്ട എന്ന് പറയാൻ നിനക്കൊരു സന്ദേശം തരാൻ ആരുമില്ല, നീ ഒറ്റയ്ക്ക് ഈ വിജനമായ സ്ഥലത്ത് കഴിയുകയാണ്. എന്നാൽ യോഹന്നാനെ, നിന്നെ സ്നേഹിച്ച നാഥനുണ്ടല്ലോ, അവൻ ഇന്നും നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഇന്ന് രാത്രി നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ പരിശുദ്ധാത്മാവ് തരുന്ന ചിന്ത അതാണ്. നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അത് അവസാനിക്കുന്നതല്ല, അതിന് കുറവുകൾ വരികയില്ല. സ്നേഹം നിമ്നോന്നതങ്ങളിലൂടെ മാറിപ്പോവുകയല്ല, ഉയർച്ച താഴ്ചകൾ അതിന് വരികയില്ല. നിരന്തരമായി ഒരു പ്രവാഹം പോലെ ആ സ്നേഹം നിന്നിലേക്ക് വരികയാണ്. നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. നമ്മൾ സാധാരണ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഉദ്ധരിക്കാറുണ്ട്. പക്ഷേ 1 യോഹന്നാൻ 3:16 ശ്രദ്ധിക്കേണ്ടതാണ്. 1 യോഹന്നാൻ 3:16 പറയുന്നത്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്ത് അറിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനെ നൽകിയാണ് സ്നേഹിച്ചത്. എന്നാൽ ദൈവജനത്തോട് പറയുകയാണ്, ക്രിസ്തു തൻ്റെ പ്രാണനെ നമുക്കായിട്ട് വെച്ചു കൊടുത്തതുകൊണ്ട്, വെച്ച് തന്നതുകൊണ്ട് നാം സ്നേഹമെന്താണ് എന്നറിയുവാൻ ഇടയായിരിക്കുന്നു. എങ്ങനെയാണ് സ്നേഹം നമ്മിലേക്ക് പകർന്നത്? റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, ആ സ്നേഹം നമ്മിലേക്ക് പകർന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുത്തിയ സ്നേഹം ഒരു ദൈവ പൈതലിലേക്ക് പകർന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് ആ സ്നേഹം നമ്മിലേക്ക് പകരുവാനിടയായത്. അപ്പോൾ ദൈവം സ്നേഹിച്ചു, പുത്രനെ നൽകി സ്നേഹിച്ചു. ആ സ്നേഹം പുത്രൻ വെളിപ്പെടുത്തി. തൃത്വത്തിലെ 3-ാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവ് ആ സ്നേഹത്തെ ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിലേക്ക് പകരുവാനിടയായി. ഇന്ന് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. എന്താ ദൈവത്തെ സ്നേഹിക്കാൻ കാരണം? അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ് പറയുന്നത്. നമുക്ക് സ്നേഹിപ്പാൻ അറിയാൻ പാടില്ല, സ്നേഹം എന്താണെന്ന് പോലും നമുക്കറിയാൻ പാടില്ലായിരുന്നു. എന്നാൽ നാം ഇന്ന് സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു. ഇനി ഞാൻ വിഷയം മാറി സംസാരിക്കുകയല്ല, എങ്കിലും ഈ വിഷയത്തിൻ്റെ ഒരു പാർശ്വത്തിൽ കൂടെ കടന്നുപോയി 1-2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.
ഇത്രയും നേരം നാം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ക്രിസ്തുവിൽ ഉൾപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്നേഹത്താൽ സാധിക്കേണ്ട, നമ്മിൽ വെളിപ്പെടേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ള വിഷയം എന്നുള്ളത് തമസ്കരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഈ സ്നേഹം നമ്മിൽ വരുത്തേണ്ട ഒരു പ്രായോഗികത ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഈ 1 യോഹന്നാൻ തന്നെ 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ, അതിന് മുൻഭാഗങ്ങളെല്ലാം അതിനോട് ചേർത്ത് പറയേണ്ടതാണ്. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ, അവിടെ സാമ്യങ്ങളില്ല. ഇങ്ങനെ സ്നേഹിച്ചതിന് ഒരു താരതമ്യമില്ല, നിസ്തുലമാണ്. ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാണ്. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും യോഹന്നാൻ പറയുന്നത് അതേ ആശയമാണ്. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ, അതായത് ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്, ആ ജനിപ്പിച്ച ദൈവത്തെ സ്നേഹിക്കുന്നവൻ എല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ ദൈവത്തിൽ നിന്ന് എന്നെപ്പോലെ ജനിച്ച എൻ്റെ കൂട്ടു സഹോദരനെയും സ്നേഹിക്കേണ്ടതാണ്. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു, ദൈവം എൻ്റെ പിതാവാണ്. എന്നെപ്പോലെ തന്നെ അവനിൽ നിന്നും ജനിച്ച 1000 വിശുദ്ധന്മാരുണ്ട്. ഞാൻ അവരെയും സ്നേഹിക്കണം. കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും പിതാവ് ഒരേ ആളാണ്, ജനിപ്പിച്ചവൻ ഒരാളാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച, അതായത് ന്യായപ്രമാണത്തിലെ പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് എന്നൊരു വൈദികൻ, പരീശന്മാരുടെ ഇടയിലെ ഒരു വൈദികൻ, അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്, മത്തായി 22-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അവ വന്നിട്ട് ചോദിച്ചു, ഏതാണ് ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? കർത്താവ് മറുപടി പറഞ്ഞു. നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ, ദൈവത്തെ സ്നേഹിക്കാം, അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ആ ഉത്തരം തീരേണ്ടതാണ്. പക്ഷേ കർത്താവിന് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവ ഈ വൈദികൻ ചോദിക്കാത്തൊരു ഉത്തരവാണ് പറഞ്ഞു. രണ്ടാമത്തെ കൽപ്പന ആദ്യത്തേതിനോട് സമമാണ്. കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഏതാണ് വലിയ കൽപ്പന എന്ന് ചോദിച്ചാൽ ഇതാണ് വലിയ കൽപ്പന എന്ന് പറയാം. അത് പറഞ്ഞിട്ട് രണ്ടാമത്തേത് ആദ്യത്തേതിനോട് കിടപിടിക്കുന്നതാണ്. ആ കൽപ്പന നീ അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. വൈദികൻ പിന്നെ മിണ്ടിയില്ല, അവനങ്ങ് പോയി. അവൻ പ്രതീക്ഷിക്കാത്ത നിലയ്ക്ക്, ഇനി ഒരു ചോദ്യവും ചോദിക്കാൻ ആവശ്യമില്ലാത്ത നിലയ്ക്ക് നമ്മുടെ കർത്താവ് മറുപടി പറഞ്ഞു, സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രമാണം. ഞാനൊരു വാക്യം ഉദ്ധരിക്കാം. നിങ്ങളുടെ ശ്രദ്ധയിൽ ആ വാക്യം വന്നിട്ടുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും ആ വാക്യം ഒന്ന് നിങ്ങൾ വായിച്ചുകൊള്ളുക. ഞാനത് വായിക്കുന്നില്ല. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവിടെ കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കൽപ്പനയ്ക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണ പദം, അത് രാജകീയ ന്യായപ്രമാണം എന്നാണ്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് രാജകീയ ന്യായപ്രമാണമാണ്. ഞാനത് POC തർജ്ജമ നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം. നമ്മൾ വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത വിഷയമാണ് ഒരുപക്ഷെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. പക്ഷെ തിരുവെഴുത്ത് അതിന് നൽകുന്ന അമിതമായ പ്രാധാന്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കൂട്ടുകാരനെ സ്നേഹിക്കാൻ ന്യായപ്രമാണം പറയുന്നു എന്നല്ല യാക്കോബ് പറഞ്ഞത്. അതൊരു രാജകീയ ന്യായപ്രമാണം. ഞാൻ രണ്ടാമത് പറഞ്ഞതുപോലെ രാജകീയ നിയമമാണ്. അടിവരടേണ്ട ഒരു വാക്കാണത്, യാക്കോബ് 2:8. മാത്രമല്ല, സ്നേഹമെന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവ് ന്യായപ്രമാണത്തെ നീക്കുകയല്ലായിരുന്നു. 13:10 വായിക്കുന്നത്, സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല,
ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. അതുകൊണ്ട് എന്ത് വേണം? 2-3 വാക്കുകൾ. ഒന്ന്, റോമർ 12:9. റോമാലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. സ്നേഹം നിർവ്യാജമായിരിക്കണം. വ്യാജം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായതിനെപ്പോലെ വരുന്നതാണ് വ്യാജൻ. ഒറിജിനലിനെ പോലെ വരുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ്. എപ്പോഴും അങ്ങനെയാണ്. ശരിയാണെന്ന്, യഥാർത്ഥമായതാണെന്ന് തോന്നും, പക്ഷേ അങ്ങനെയല്ല, വ്യാജമാണ്. എന്നാൽ നിങ്ങളുടെ സ്നേഹം അങ്ങനെ തോന്നിപ്പിക്കുകയല്ല, അത് വ്യാജമില്ലാത്ത നിർവ്യാജമായിരിക്കണം, കളവില്ലാത്തത്, യഥാർത്ഥമായിരിക്കണം. ആ പ്രയോഗം തന്നെ 2 കൊരിന്ത്യർ 6:6 നിർവ്യാജ സ്നേഹം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, നിർവ്യാജ സ്നേഹം. മറ്റൊരു വാക്യം 1 പത്രോസ് 1:22 പറയുന്നത്, ഹൃദയപൂർവം അന്യോന്യം ഉറ്റ് സ്നേഹിപ്പിൻ. ഹൃദയപൂർവം ഉറ്റ് സ്നേഹിപ്പിൻ. പരസ്പര ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒടുവിലായിട്ട് ഒരു വാക്കൂടെ പറഞ്ഞു നിർത്തുകയാണ്. കൊലോസ്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ സ്നേഹം സമ്പൂർണതയുടെ ബന്ധമാണ്. കൊലോസ്യർ 3-ാം അധ്യായം 14-ാം വാക്യം സമ്പൂർണതയുടെ ബന്ധമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആ സ്നേഹത്തെക്കുറിച്ചാണ്. എല്ലാം പൊറുക്കുന്ന, എല്ലാം സഹിക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, ദേഷ്യപ്പെടാത്ത സ്നേഹം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം എങ്ങനെ സ്നേഹവാനാണോ അത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു. ആ സ്നേഹം വെളിപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ച ആളത്വമാണ് യേശുക്രിസ്തു. ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്നേഹം പുത്രനെ നൽകി സ്നേഹിച്ചതാണ്. അതാണ് സാക്ഷാത്തായ അല്ലെങ്കിൽ യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ സ്നേഹമാണ്, അവൻ സ്നേഹസ്വരൂപനാണെന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്ന കാര്യം, അവൻ സാക്ഷാൽ ദൈവമാണ്. നമ്മുടെ സ്ഥിതി മുഴുവൻ അറിഞ്ഞിട്ടും തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ മനസ്സ് വെച്ചതിൻ്റെ കാരണം അവൻ സാക്ഷാൽ ദൈവമായതുകൊണ്ടാണ്. ഇന്ന് രാത്രി നമുക്ക് ആ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഓർക്കുമ്പോൾ തന്നെ ആ ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ട അന്യാദൃശ്യമായ ദൈവസ്നേഹത്തെയും നമുക്ക് ഓർക്കുവാൻ കഴിയും.